ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ 4th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 4th മോഡ്യൂൾ ആക്ച്വലി ചെറിയൊരു മോഡ്യൂളാണ്. നമുക്കിതിൽ ആകെ 2 ടോപ്പിക്സേ മെയിനായിട്ട് പഠിക്കാനുള്ളൂ. ആദ്യത്തേത് കൺസ്യൂമർ ബിഹേവിയറും രണ്ടാമത്തേത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളും. രണ്ടും ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൺസ്യൂമർ ബിഹേവിയർ എന്ന ടോപ്പിക്ക് പഠിച്ചു തുടങ്ങാം. ഈ കൺസ്യൂമർ ബിഹേവിയർ എന്ന ടോപ്പിക്കിൽ ബേസിക്കലി ഈ 6 പോർഷൻസ് ആണ് ഉള്ളതെന്ന് പറയാം. ആദ്യത്തേത് കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, രണ്ടാമത്തേത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ, പിന്നെ മൂന്നാമത്തേതും നാലാമത്തേതും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇത് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ സ്റ്റഡിയെ പറ്റിയുള്ളതാണ്. അത് കൺസ്യൂമർ ബിഹേവിയർ എന്ന സംഭവത്തിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, പിന്നെ ടൈപ്സ് ഓഫ് ബൈയിങ് ഡിസിഷൻ ബിഹേവിയറും, അവസാനത്ത് സ്റ്റേജസ് ഓഫ് കൺസ്യൂമർ ബൈയിങ് പ്രോസസ്സും. ഇതിൽ ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഞാൻ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ഗ്യാസാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഈ കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. പിന്നെ അടുത്ത വീഡിയോസിൽ ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയറും, പിന്നെ ടൈപ്സ് ഓഫ് ബൈയിങ് ഡിസിഷൻ പ്രോസസ്സും, സ്റ്റേജസ് ഓഫ് കൺസ്യൂമർ ബൈയിങ് പ്രോസസ്സും, ഈ 3 ടോപ്പിക്സ് നമുക്ക് ബാക്കിയുള്ള വീഡിയോസിൽ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് ചെറിയ 1-2 കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ കസ്റ്റമറും കൺസ്യൂമറും തമ്മിലുള്ള ഡിഫറൻസ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളെ കസ്റ്റമർ എന്ന് പറയും. ആ പ്രോഡക്റ്റ് ഒരു കൺസ്യൂമബിൾ ഐറ്റം ആണെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്ന ആളെ കൺസ്യൂമർ എന്ന് പറയും. അത് ഈ കൺസ്യൂമർ സാധാരണ കൺസ്യൂമർ എന്ന് പറയുന്നത് സാധാരണ ഈ ഫുഡ് ഐറ്റംസിനെയാണ്. ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന ആളെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റ് വാങ്ങുന്ന ആളെ. കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കും തോറും ക്വാണ്ടിറ്റി കുറയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി ബേസ് ചെയ്ത് നമ്മൾ പേ ചെയ്യുന്നെങ്കിൽ, അങ്ങനത്തെ പ്രോഡക്ട്സിനെയാണ് കൺസ്യൂമബിൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ കൺസ്യൂമബിൾ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന ആ ആളെ കൺസ്യൂമർ എന്നും പറയും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ഉപഭോക്താവിനെ നമ്മൾ കൺസ്യൂമർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഈ KSEBിലെയും കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ബില്ലിൽ കസ്റ്റമർ നമ്പർ എന്നല്ല മെൻഷൻ ചെയ്യുന്നത്, കൺസ്യൂമർ നമ്പർ എന്നാണ്. അതായത് നമ്മളുടെ കൺസംഷൻ അനുസരിച്ചാണ് നമ്മൾ പേ ചെയ്യുന്നത്. അതുപോലെ തന്നെ LPGയുടെ കാര്യം, LPG ഗ്യാസ്, കുക്കിംഗ് ഗ്യാസ്, അപ്പം അതിനെയും കൺസ്യൂമർ എന്നാണ് പറയുന്നത്. ആ ഉപഭോക്താവ് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ പേ ചെയ്യുന്നത്. ഉപയോഗിക്കും തോറും ക്വാണ്ടിറ്റി കുറയുന്ന ആ ഒരു രീതിയിലുള്ള പ്രോഡക്റ്റിനെയാണ് കൺസ്യൂമബിൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അത് വാങ്ങിക്കുന്നത്, പർച്ചേസ് ചെയ്യുന്ന ആളെ കൺസ്യൂമർ എന്ന് പറയും. നമ്മളിവിടെ ടോപ്പിക്കിൽ കൺസ്യൂമർ ബിഹേവിയർ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇവിടെ കൺസ്യൂമറും കസ്റ്റമറും രണ്ടിനും സെയിം മീനിങ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. കസ്റ്റമർ ആയിരുന്നാലും കൺസ്യൂമർ ആയിരുന്നാലും ഒരേ മീനിങ് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രകാരം അല്ലെങ്കിൽ ടെക്നിക്കലി കസ്റ്റമറും കൺസ്യൂമറും രണ്ടാണെങ്കിലും നമ്മുടെ ഈ ടോപ്പിക്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെയുള്ളത് ഈ ബയ്യറും യൂസറും തമ്മിലുള്ള വ്യത്യാസം. ഈ ബയ്യർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന ആളെ ബയ്യർ എന്ന് പറയും. ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളെ യൂസർ എന്നും പറയും. സപ്പോസ് ഇപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് വാങ്ങിക്കുന്നു, എൻ്റെ സിസ്റ്ററിന് കഴിക്കാനായിട്ട് ചോക്ലേറ്റ് വാങ്ങിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിക്കുന്ന ഞാൻ ബയ്യറും എൻ്റെ സിസ്റ്റർ അത് യൂസറുമാകും. അതാണ് സിസ്റ്ററിന് വേണ്ടിയാണ് വാങ്ങിക്കുന്നത്, സിസ്റ്ററാണ് ആ ചോക്ലേറ്റ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ യൂസറും വാങ്ങിക്കുന്ന ഞാൻ ബയ്യറും ആവും. ഇപ്പോൾ ഒരു കുഞ്ഞിന്, ഒരു 2-3 മാസമായ കുഞ്ഞിന് നമ്മൾ എന്തെങ്കിലും ഉടുപ്പോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ സോപ്പോ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കുന്ന പേരൻ്റ് ബയ്യറും അത് ഉപയോഗിക്കുന്ന ആ കുട്ടി യൂസറുമാവും. ഇപ്പം ഡ്രസ്സാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ആ കുട്ടിയായിരിക്കും യൂസർ, അത് വാങ്ങിക്കുന്ന ആളായിരിക്കും ബയ്യർ. ഈ മാർക്കറ്റിംഗ് ടേംസിൽ ഈ ബയ്യറിനും യൂസറിനും സത്യം പറഞ്ഞാൽ ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല. ഈ ബയ്യറിന്, ചില പ്രോഡക്ട്സിന് ബയ്യറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് പോകും. സാധാരണ ഈ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എല്ലാം ഫോം ചെയ്യുന്നത്. ഈ കൊച്ചുകുട്ടികളുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ 3 മാസമായ കുട്ടിയൊക്കെ ആണെങ്കിൽ അതിനിടാനുള്ള ഡ്രസ്സ് ഇന്ന ബ്രാൻഡിന് വേണം, അല്ലെങ്കിൽ ഇന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം എന്നൊന്നും ഒരു കുഞ്ഞ് എണീറ്റ് പറയാറില്ല. പക്ഷെ അതേസമയം ഈ ഇങ്ങനത്തെ ഈ ചെറിയ നമ്മുടെ ഓൺലൈൻ ഷോപ്സ് ഒക്കെ ഉണ്ട്.
ഈ ഫസ്റ്റ് ക്രൈ ഒക്കെ അങ്ങനത്തെ പോലുള്ള ഷോപ്സ് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് എങ്കിലും അതിന്റെ അഡ്വർടൈസ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് പാരന്റ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. പാരന്റ്സിനെ അട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് കുട്ടിക്ക് ഇഷ്ടപ്പെടും എന്ന രീതിയിൽ പാരന്റ്സിന് മനസ്സിലാവുന്നു എന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും അവരൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ബയ്യറും യൂസറും തമ്മിൽ ടെക്നിക്കലി ഡിഫറൻസ് ഉണ്ട്. ബയ്യറിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്, യൂസറിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോൾ ബയ്യറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന യൂസർ ആണെങ്കിൽ യൂസറിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ സിസ്റ്ററിന് ചോക്ലേറ്റ് വാങ്ങിക്കാമെന്ന് കരുതിക്കോളൂ. അപ്പോൾ സിസ്റ്റർ പറയുന്ന ചോക്ലേറ്റ് ആയിരിക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പം അവിടെ യൂസറാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓരോ പ്രോഡക്റ്റിനനുസരിച്ച് അത് മാറും. ചില അഡ്വർടൈസ്മെന്റ്സ് ബയ്യറിനായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, മറ്റ് ചില അഡ്വർടൈസ്മെന്റ്സ് യൂസറിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പം ബയ്യറും യൂസറും. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ കൺസ്യൂമർ ബിഹേവിയർ എന്ന സംഭവത്തിന്റെ മെയിൻ ഐഡിയ എന്താണെന്ന്, അതിന്റെ ലോജിക് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മാത്രമേ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ. കൺസ്യൂമർ ബിഹേവിയർ, നമ്മൾ ഈ ബിഹേവിയർ എന്ന വേർഡിന്റെ മീനിങ് ആണ് ഞാൻ ആവർത്തി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബിഹേവിയർ എന്ന വേർഡിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ഷൻസ് ആൻഡ് മാനറിസംസ് മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഇൻ കൺജങ്ഷൻ വിത്ത് ദംസെൽവ്സ് ഓർ ദെയർ എൻവയോൺമെന്റ്. അതായത് ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ആക്ഷൻസും മാനറിസംസും അയാളുടെ സിറ്റുവേഷനുമായിട്ട് ആ എൻവയോൺമെന്റിൽ മറ്റുള്ളവരായിട്ടൊക്കെ നിൽക്കുമ്പോൾ അയാളുടെ ആക്ഷൻസ് എങ്ങനെയാണ്, മാനറിസംസ് എങ്ങനെയാണ്, ഇതിനെയാണ് ബിഹേവിയർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇവിടെ മാർക്കറ്റിംഗിൽ ഈ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ആക്ഷൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ദി മാർക്കറ്റ് പ്ലേസ് ആൻഡ് ദി അണ്ടർലൈങ് മോട്ടീവ്സ് ഫോർ ദോസ് ആക്ഷൻസ്. അതായത് ഒരു മാർക്കറ്റ് പ്ലേസിൽ ഒരു കസ്റ്റമർ വന്ന് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ വന്ന് എങ്ങനെയാണ് പ്രോഡക്റ്റ് വാങ്ങുന്നതെന്നും വാങ്ങുന്നതിന് മുന്നേ അയാൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നതെന്നും വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നും വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ആണ്, ആക്ഷൻസിനെയാണ് ഈ കൺസ്യൂമർ ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ബേസിക്കലി റിലേറ്റഡ് ടു മാർക്കറ്റിംഗ് ആണ്. ഈ കൺസ്യൂമർ ബിഹേവിയർ അതിൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ എന്ത് പ്രോഡക്റ്റാണ് വാങ്ങുന്നത്, എന്തിനാണ് വാങ്ങിക്കുന്നത്, എന്നാണ് വാങ്ങിക്കുന്നത്, എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, നമ്മൾ അത് എത്ര തവണ വാങ്ങിക്കാറുണ്ട്, ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ എത്ര തവണ വാങ്ങിക്കാറുണ്ട്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു സ്റ്റഡിയാണ് ഈ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യമാണ് ഈ അവസാനത്തെ പാരഗ്രാഫായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റഡി ഓഫ് വാട്ട് ദേ ബൈ, വൈ ദേ ബൈ, വെൻ ദേ ബൈ, വെയർ ദേ ബൈ, ഹൗ ഓഫൺ ദേ ബൈ ആൻഡ് ഹൗ ഓഫൺ ദേ യൂസ് ഇറ്റ്. ഇപ്പം ഹൗ ഓഫൺ ദേ ബൈ എന്ന് പറഞ്ഞാൽ ഇപ്പം കാറിന്റെ കേസാണെങ്കിൽ ഒരാൾ ചിലപ്പം കാർ വാങ്ങിക്കുന്ന മേ ബി 10 വർഷം കൂടുമ്പോഴായിരിക്കും ഒരു കാർ മാറ്റുന്നത്, അല്ലെങ്കിൽ മേ ബി 5-6 വർഷം കൂടുമ്പോഴായിരിക്കും കാർ മാറ്റുന്നത്. മാസം തോറും കാർ മാറ്റുന്ന ഒരാളുണ്ടായിരിക്കത്തില്ല. അതേസമയം ടി വിയുടെ കേസാണെങ്കിൽ ചിലപ്പം അയാൾ 3 വർഷം കൂടുമ്പോഴായിരിക്കും ടി വി മാറുന്നത്, അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോൾ ടി വി മാറും. മൊബൈൽ ഫോൺസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ വർഷമായിരിക്കും പുതിയ മൊബൈൽ ഫോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ 2 വർഷം കൂടുന്തോറും ഓരോ മൊബൈലും വാങ്ങിക്കും. അപ്പോൾ അത് ഓരോന്നും ഓരോ പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എത്ര തവണ വാങ്ങിക്കാറുണ്ട്, വാങ്ങിക്കുന്ന രീതി എങ്ങനെയാണ്. അതുപോലെ തന്നെ എന്തിനാണ് വാങ്ങിക്കുന്നത് എന്ന കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺസും ടാബ്ലറ്റ്സും ഒക്കെ ഇപ്പം വാങ്ങിക്കുന്ന ആൾക്കാർ വാങ്ങിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ അതിനു വേണ്ടിയാണ്, മക്കൾക്ക് പഠിക്കാനുള്ള ഇതിനു വേണ്ടിയാണ് മൊബൈൽ ഫോൺസ് ഇപ്പോൾ കൂടുതൽ സെയിൽസ് നടക്കുന്നത്. ഈ പഠിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഫോണിൽ കുട്ടികൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാനോ വാട്സാപ്പ് ഉപയോഗിക്കാനോ ഉദ്ദേശിച്ചായിരിക്കത്തില്ല പേരൻസ് മൊബൈൽ ഫോൺസ് വാങ്ങിക്കുന്നത്. അതേസമയം നമ്മൾ മൊബൈൽ ഫോൺസ് വാങ്ങിക്കുന്നുവെങ്കിൽ ഫേസ്ബുക്കും വാട്സാപ്പും ഉപയോഗിക്കുക എന്ന ഉദ്ദേശമായിരിക്കും നമുക്കുള്ളത്. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ പ്രോഡക്റ്റ്സ്, ഒരു സെയിം പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കുന്നത് പല ഉദ്ദേശത്തിനായിരിക്കും, അതായത് പല യൂസ് ആയിരിക്കും. അപ്പോൾ അതാണ് വൈ ദേ ബൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വെൻ ദേ ബൈ, എന്നാണ് വാങ്ങിക്കുന്നത്, അതായത് ഈ ഫെസ്റ്റിവൽ സീസണിലാണോ വാങ്ങിക്കുന്നത്, അല്ല റെഗുലറായിട്ട് വാങ്ങിക്കുന്നതാണോ, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് കാഷ്വലായിട്ട് പോയി വാങ്ങിക്കുന്ന സാധനമാണോ, അല്ലെങ്കിൽ എവിടെ പോയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഈ കൺസ്യൂമർ ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഓരോന്നും മനസ്സിലാക്കിയാലേ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി കമ്പനിക്ക് കൊടുക്കാനൊക്കെ ഉള്ളൂ. അതായത് അഡ്വർടൈസ്മെന്റ്സ്, മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ കൺസ്യൂമർ ബിഹേവിയർ എന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റി പഠിക്കാം. അപ്പം അതുവരെ താങ്ക് യു.